ദുബായ് ലക്ഷ്യമാക്കി വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം തകർത്തെന്ന് ദുബായ് അധികൃതർ. വീടുകൾക്ക് മുകളിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 4 ഏഷ്യൻ വംശജർക്ക് പരിക്കേറ്റു. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്നും. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ. അമൽ, ഇന്ന് പുലർച്ചെ കാര്യമായ ആക്രമണം ദുബായ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. UAE കേന്ദ്രീകരിച്ച് 2 തവണ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെയും ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ വന്നു. അതിന് പിന്നാലെ ഏതാണ്ട് ഉച്ചയോടുകൂടി UAE സമയം 12 മണിക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപാണ് കാര്യമായിട്ടുള്ള ഒരു ആക്രമണം വീണ്ടും ദുബായിൽ ഉണ്ടായത്. ഉടൻ തന്നെ അലേർട്ട് വന്നു. അതിനുശേഷം ഉഗ്ര സ്ഫോടക ശബ്ദങ്ങളൊക്കെയും കേൾക്കുകയും ചെയ്തു. ഈ സ്ഫോടന ശബ്ദം കേട്ടതിനു ശേഷം ലഭിച്ച വിവരങ്ങൾ പ്രകാരം 4 പേർക്ക് കൂടി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദുബായിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ വീടുകൾക്ക് മുകളിൽ ഈ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അപകടമുണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ച് തന്നെ ആ വിവരം നൽകുന്നുണ്ട്. അതിലാണ് ഈ 4 ഏഷ്യൻ വംശജർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നത്. ഇവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് വ്യക്തമല്ല. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലാണ് ഈ ഒരു ആക്രമണങ്ങളിൽ അപകടമുണ്ടാകുന്നതും പരിക്കേൽക്കുന്നതും ഒക്കെ ഈ വീടുകളുടെ പുറത്തു നിൽക്കുന്നവർക്കും ഈ അലേർട്ട് സമയത്ത് പുറത്തിറങ്ങി നിന്ന് ഇത്തരത്തിൽ ഈ ഇന്റർസെപ്ഷൻ കാണാനൊക്കെ ശ്രമിക്കുന്നവർക്കും വീഡിയോ ചിത്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്കാണ് കാര്യമായിട്ടുള്ള അപകടം പറ്റാറുള്ളത്. എന്തായാലും ആക്രമണം കുറെ കൂടിയൊക്കെ തീവ്രമായിരിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വ്യക്തമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു രീതിയാണ് ഇന്ന് കണ്ടത്. കാരണം ഉച്ചയ്ക്ക് സാധാരണഗതിയിൽ അങ്ങനെ ആക്രമണം ഉണ്ടാകാറില്ല. പക്ഷേ ഇന്ന് ആ പതിവും തെറ്റിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം ദുബായിലും ഷാർജയിലും ഒക്കെ ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.